തീർച്ചയായിട്ടും നമ്മളുടെ ജീവിത സാഹചര്യം അതുകൊണ്ടാണ് യാത്ര സ്റ്റോപ്പ് ആവുന്നത്. അത് പിന്നെ ഇടയ്ക്ക് ഇറങ്ങേണ്ട വരില്ല. ബീജാത്മാവിൻ്റെ ഗ്യാരണ്ടി, മനുഷ്യൻ്റെ ആത്മാവിൻ്റെ ബീജാത്മാവിൻ്റെ ഗ്യാരണ്ടി 120 വർഷമാണ്. ഈ 120 വർഷം ബീജാത്മാവിൻ്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ എങ്ങനെയും ഉന്തിയുരുട്ടി പോകുക എന്നുള്ളതല്ല, വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ലോങ് ലൈഫാണ് നമുക്ക് കിടക്കുന്നത്. സൂര്യന് ചുറ്റും ഭൂമി 120 പ്രാവശ്യം ഭ്രമണം ചെയ്യുന്നത് വരെയുള്ള ഗ്യാരണ്ടിയാണ് ഇതുള്ളത്. ഇത് ഗ്യാരണ്ടിയാണ്. അത് കഴിഞ്ഞ് എക്സ്ട്രാ ചിലപ്പോൾ കിട്ടിയെന്ന് വരിക്കും. അപ്പോൾ ഈ ഗ്യാരണ്ടി വരെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആത്മാവാണ് കൊണ്ടുപോകുന്നത്. അറിവാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഈ അറിവ്, ഈ ബോധം, ഈ ആത്മതലം നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സ്, നമ്മളുടെ ഇച്ഛ അതിനൊപ്പം സഞ്ചരിക്കുകയും നമ്മളുടെ ശരീരത്തെ അതിനൊപ്പം പ്രാപ്തമാക്കുകയും ചെയ്താൽ വാത പിത്ത കഫ എന്ന് പറയുന്ന അവസ്ഥയെ നമുക്ക് മറികടക്കാൻ പറ്റും. ആധുനിക കാലഘട്ടത്തിൽ അങ്ങ് പറഞ്ഞ പോലെ ജീവിക്കാൻ ഒട്ടും പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങ് പറഞ്ഞു, ഉത്തരം പറഞ്ഞു. ആധുനിക കാലഘട്ടത്തിലും ഇത് പൂർണ്ണമായും മനസ്സിലുണ്ടാവുകയും അതനുസരിച്ച് പരമാവധി ക്രമപ്പെടുത്താൻ ശ്രദ്ധിച്ചാൽ വാത പിത്ത കഫദോഷങ്ങളെ ജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതല്ല, നമുക്ക് അത്രയും കാലം ജീവിക്കണ്ട, നമുക്ക് ഇടയ്ക്ക് ഇറങ്ങാം. അല്ലെങ്കിൽ നമുക്ക് ഒരു 60 വയസ്സ് വരെ മുന്നോട്ട് പോയാൽ മതി, അല്ലെങ്കിൽ ഒരു 70 വയസ്സ് വരെ മതി, അല്ലെങ്കിൽ 40 വയസ്സ് വരെ മതി. ജീവിക്കുന്ന കാലം അടിച്ചുപൊളിച്ച് ജീവിക്കാന്ന് വിചാരിച്ചാൽ എന്തും ചെയ്ത് ജീവിക്കാം. പക്ഷെ ഇതങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇത് ആയുർവേദം പറയുന്ന ദിനചര്യയുടെ, ആ ജീവിത രീതിയുടെ സമയത്തെ നമുക്ക് എത്രമാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 8 മണിക്കൂർ ജ്ഞാനശക്തിക്ക്, 8 മണിക്കൂർ ഇച്ഛാശക്തിക്ക്, 8 മണിക്കൂർ ക്രിയാശക്തിക്ക് വേണ്ടിയിട്ട് മനുഷ്യൻ 24 മണിക്കൂർ മാറ്റി വയ്ക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ ഏറ്റവും കൂടുതൽ സമയം അവന് ഉപയോഗിക്കാനും അവൻ്റെ ലക്ഷ്യത്തിലേക്ക്, ആ ലക്ഷ്യബോധത്തിലേക്ക് എത്താനും എല്ലാം അറിഞ്ഞിട്ട് അറിവിനാൽ ലഭിക്കുന്ന സുഖമാണ് മോക്ഷം. ആ മോക്ഷത്തിലേക്ക് എത്താനും നമുക്ക് കഴിയും. അപ്പോൾ ഈ ത്രിദോഷത്തെ അകറ്റുവാൻ, ഇത് ഏറ്റവും കൂടുതൽ ഇത് കേൾക്കുന്നത് ത്രിദോഷ സംബന്ധമായിട്ടുള്ള അസുഖമുള്ളവർക്കാണ് ഇത് പ്രയോജനമുള്ളത്. ഇത് ശരിക്കും ശ്രീരാമ സിദ്ധാന്തമല്ലേ? അതെ. ഇത് പ്രണവവേദമാണ്, പഞ്ചമവേദത്തിലാണ്. അതെ അതെ. ഈ ശ്രീരാമ സിദ്ധാന്തം എന്ന് പറയുമ്പോൾ സീതാരാമ സിദ്ധാന്തം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും. രാമനെ ജ്ഞാനാവതാരമാക്കുന്നത് സീതയാണല്ലോ, സീതാഭിരാമനാണല്ലോ. അതുകൊണ്ടാണ് രാമന്റെ പേരിന് മുമ്പാണ് സീതയുടെ പേര് കൂട്ടി പറയുക. മറ്റൊരു വ്യക്തിയെയും അങ്ങനെ വിശേഷിപ്പിക്കാറില്ല നമ്മൾ. അപ്പോൾ സീതാഭിരാമനെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് ജ്ഞാനാവതാരമാക്കി മാറ്റിയതിൻ്റെ പിന്നിലെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ത്രിഗണ സിദ്ധാന്തം. അപ്പോൾ സീതാരാമ തത്വമാണ്, സീതാരാമ രഹസ്യമാണെന്നൊക്കെ പറയാം. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ ശാസ്ത്ര വിജയത്തിനും ശ്രീരാമനെ നമ്മൾ ജയി വിളിച്ചു പോകുന്നത്. കാരണം ഈ ബേസിക് സയൻസ് കിടക്കുന്നത് ത്രേത സിദ്ധാന്തത്തിലാണ്, ശ്രീരാമ സിദ്ധാന്തത്തിലാണ്. സമയത്തെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്, എങ്ങനെ സമയം ജനിക്കുന്നു എന്ന് ജനത്തോട് പറഞ്ഞത്, അതൊരു അത്ഭുത ശാസ്ത്രമാണ്. ദിവസം ആരംഭിക്കുന്ന എപ്പോഴാന്നുള്ള ചോദ്യമാണ് വന്നത്. അതെ. ദിവസം അവസാനിക്കുന്ന എപ്പോഴാണ്? അതേ സമയത്ത് തന്നെയാണ്. അത് അറിയണമല്ലോ. അത് ദാ പോയി ദൈവം എന്ന് പറയില്ലേ, അതായത് ഭാവി എന്ന് പറയുന്നത് ഭവിച്ചു എന്ന് പറയാനായിട്ട് ഭായ എടുക്കുന്നതിന് മുമ്പ് അഗ്നിയും ആകാശവും സഞ്ചരിച്ച് പോയി കഴിഞ്ഞു. അവിടെ ഒരു രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതെ, നമ്മൾ പറയാത്ത രഹസ്യം. അതെ. ഈ ദിവസം തുടങ്ങുന്നതും ദിവസം അവസാനിക്കുന്നതും സാധാരണ ചിട്ടയാൽ ജീവിക്കുന്ന ഒരാൾ അറിയുന്നുണ്ടോ? ഇല്ല, അറിയാൻ പറ്റില്ല. സദാനന്ദനാണ്. അല്ല, മനുഷ്യൻ അറിയാൻ സ്വാഭാവികമായിട്ടും ദിവസം ആരംഭിക്കുന്നു ദിവസം അവസാനിക്കുന്നു അറിയാൻ പറ്റാറില്ലല്ലോ, ഉറക്കത്തിലല്ലേ? ഇല്ല ഇല്ല, അറിയില്ല. അപ്പൊ നമ്മൾ ജനിക്കുന്നതും മരിക്കുന്നതും നമ്മൾ അറിയില്ലല്ലോ. അറിയില്ല. ഇത് തന്നെയാണ് സിസ്റ്റം. അത് തന്നെ സിസ്റ്റത്തിൽ പോകും. അത് നമ്മൾ അറിയേണ്ടതില്ല. അത്രയും ദിവസം ആരംഭിക്കുന്ന നമ്മൾ അറിയുന്നില്ല, ദിവസം അവസാനിക്കുന്ന സമയത്തും നമ്മൾ അറിയുന്നില്ല. സത്യത്തിൽ അറിയുന്നില്ല. അറിയാം എന്നുള്ളത് ശരിയാണ്, പക്ഷെ അറിയുന്നില്ല എന്നുള്ളതാണ്, അറിയാൻ പാടില്ല എന്നുള്ളതാണ് വാസ്തവം. വലിയ സന്തോഷം. അതെ. അപ്പോൾ ഇതിനകത്ത് ഇനി എന്തെങ്കിലും സംശയമുണ്ടോ ഈ ആയുർവേദ സംബന്ധമായിട്ട്? നമ്മൾ ഇത് പറയുന്നത് വാതം പിത്തം കഫം എന്ന് പറയുന്ന ത്രിദോഷത്താലാണ് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള മരണം. അപ്പോൾ ഈ വാദസംബന്ധമായിട്ടുള്ള അസുഖമുള്ളവർ അടിസ്ഥാനപ്പെടുത്തിയല്ല നമ്മുടെ ജീവിതവും. അതെ, പിത്ത സംബന്ധമായിട്ട് ഞാൻ എപ്പോഴും ചോദിക്കുന്നത് അത് തന്നെയാണ്. നമ്മൾ നെഗറ്റീവ് പറയുന്നു, ദോഷം പറയുമ്പോൾ ഈ വാദപിത്ത കഫങ്ങളാലാണ് നമ്മുടെ മരണം എന്ന് പറയുമ്പോൾ വാദപിത്ത കഫങ്ങളാണല്ലോ നമ്മുടെ ജീവിതവും അതിനോടുള്ള മല്ലിടലാണ്. ഈ രോഗഭൂവാകാതെ നമ്മളെ ഈ എങ്ങനെയാണ് ഒരു മനുഷ്യനെ
ശരിക്കും ജാഗരൂകനാക്കേണ്ടത് ഇതിനെതിരെ ഉള്ള പ്രയത്നങ്ങൾ, അതെ, ഈ വാദപിത്ത കഫ ദോഷങ്ങളെ ദോഷങ്ങളെ അകറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം, നിരന്തരമായ പരിശ്രമമാണ് ജീവിതം. അതെ, നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ട് പരിശ്രമിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഇന്നലെ ഇച്ചിരി മുമ്പ് വരെ ശ്വസിച്ചു പറഞ്ഞാൽ 3 മിനിറ്റ് ശ്വസിക്കാതിരുന്നത് നമ്മളില്ല. നമ്മൾ ഒരു ദിവസം നമ്മൾ എങ്ങനെ ചിട്ടപ്പെടുത്തുന്നു എന്നുള്ളതിനനുസരിച്ച് നമ്മളുടെ ആരോഗ്യാവസ്ഥയ്ക്ക് മാറ്റം വരും. അപ്പോൾ ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ, ഒരു ദിവസം വെള്ളം കുടിച്ചില്ലെങ്കിൽ, നമ്മളുടെ ശ്വസന പ്രക്രിയ കറക്റ്റ് അല്ലെങ്കിൽ, നമ്മളുടെ മനസ്സിന് വ്യാകുലതകൾ കൂടിക്കഴിഞ്ഞാൽ എല്ലാം നമുക്ക് രോഗം ഭവിക്കും. അപ്പം ഏറ്റവും മെയിനായിട്ട് അറിയേണ്ടത് വാദസംബന്ധമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിത്തമുണ്ടെങ്കിൽ, കഫമുണ്ടെങ്കിൽ, അങ്ങനെയുള്ളവർ ഇത് തീർച്ചയായിട്ടും കേൾക്കണം. നിങ്ങൾ നിത്യമായിട്ട് ഏതെങ്കിലും ഡോക്ടറെ മരുന്ന് ജീവിതകാലം മുഴുവൻ കഴിക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ സാധാരണ ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ കറവ പശുവിനെ പോലെയാണ് ഓരോ രോഗികളെയും കാണുന്നത്. ഇതൊന്നും ആരും പറഞ്ഞു തരില്ല. എന്താണ് വാദം, എന്താണ് പിത്തം, എന്താണ്, എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഇത് മാറ്റണമെന്ന ആഗ്രഹം ആർക്കുമില്ല. അതായത് വാദവും പിത്തവും കഫവും ഇത് ആരും പറഞ്ഞു തരാൻ, അതായത് ചൂഷണത്തിനുള്ളൊരു മാർഗമാണ്. ദൈവത്തെ മറച്ചു പിടിച്ചിട്ട് ഈ നമ്മളെ പറ്റിക്കുന്നത് പോലെ തന്നെ വലിയ ഒരു ചതിയാണ് ആരോഗ്യരംഗത്ത് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാദപിത്ത കഫ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിന് എന്താണ് പരിഹാരം? അത് പരിഹാരം നമ്മളുടെ ജീവിത രീതി മാത്രമാണ്. ആ ജീവിത രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യും, നമുക്ക് വീണ്ടും സംസാരിക്കാം. ഇനി അങ്ങയോട് ചോദിച്ചതിൻ്റെ ചോദ്യത്തിൻ്റെ പകുതി ഉത്തരമേ എനിക്ക് കിട്ടുള്ളൂ. ഒരു ദിവസം ആരംഭിക്കുന്ന സമയം ചോദിച്ചപ്പോൾ പകുതി ഉത്തരമേ കിട്ടിയുള്ളൂ. കാരണം അങ്ങ് ആയുർവേദ വിധി പ്രകാരമുള്ള സമയമാണ് എന്നോട് പറഞ്ഞത്. 12 മണിക്കാണ് ദിവസം ആരംഭിക്കാറുള്ളത്. പക്ഷെ ജ്യോതിശാസ്ത്ര പ്രകാരം ആ കണക്ക് പ്രകാരം ദിവസം ആരംഭിക്കുന്നത് ഉദയത്തോടു കൂടിയാണ്. ഉദയം മുതലാണ്. ഇതെന്താ അതിന്റെ വ്യത്യാസം?